ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സ്റ്റേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ എന്താണ് സംഭവം? വിസ്പർ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയുന്നൊരു ഐറ്റം ആയിരിക്കും. ഗേൾസിന് കൂടുതൽ അറിയുന്നതായിരിക്കും, ഗേൾസിന് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എല്ലാവർക്കും അറിയുമെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം. അതായത് ഈ പാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാം. ആ പാക്കറ്റിൻ്റെ ഉള്ളിലുള്ള പാഡിൽ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ആർക്കും അങ്ങനെ അറിയാൻ ചാൻസ് ഇല്ല. ചിലപ്പോൾ അതിലേക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ പാഡിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കണമെന്ന്. ചിലപ്പോൾ ഇതുവരെ നോക്കാത്തവരുണ്ടാവും, ഇതുവരെ അറിയാത്തവരുണ്ടാവും. ഇപ്പോൾ കാണുന്നതിലൊരു 80% പേർക്കൊന്നും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാൻ ചാൻസ് ഇല്ല. 80 അല്ല, ചിലപ്പോൾ 90% പേർക്കും അറിയാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്താണ്, അതായത് പാഡിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. വാ ഫ്രണ്ട്സ്, അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ട്. എന്താ ഇത് നോക്കിയേ, മെസ്സേജ് ഫുൾ ഇംഗ്ലീഷ്. അതല്ലേ നിന്നെ വിളിച്ച്? എനിക്കറിയില്ല. ഇല്ല, പഠിച്ചാ പോരെ. എടാ സ്കൂളിൽ പോയിട്ട് പഠിച്ചില്ല, പിന്നെയാണ്. അതുപോലെ വാട്സപ്പ് ഇംഗ്ലീഷ് പഠിച്ചൂടെ? ആണോ? അതെങ്ങനെ? ഇംഗ്ലീഷ് കഫേ വഴി 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് സിമ്പിളായിട്ട് പഠിക്കാം. ഒന്ന് കാണിച്ചേ. അതിപ്പോ നിന്റെ പ്രായ ജോലിയാണ്, അതൊന്നും ഒരു വിഷയമല്ല. എപ്പോഴാണെങ്കിൽ അത് നീ ഫ്രീ ആവുന്ന ആ ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. കുറച്ചൊക്കെ ഇംഗ്ലീഷ് അറിയാം, അതറിയാം. നിങ്ങൾക്ക് എന്തോരം ഇംഗ്ലീഷ് അറിയാന്നുള്ള ടെസ്റ്റ് ചെയ്യും. അതിൽ എൻട്രി, സെക്കൻഡറി, അഡ്വാൻസ് 3 ലെവലുണ്ട്. ഇതിലേതിലാണ് നീ നിൽക്കണെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും നിനക്ക് ട്രെയിനിങ് തരുന്നത്. പിന്നെ മാത്രമല്ല, ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നിനക്കായിട്ടൊരു പേഴ്സണൽ ട്യൂട്ടർ ഉണ്ടാവും. ഒരു 9 മണി തൊട്ട് രാത്രി 11 മണി വരെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരെ വിളിച്ച് ചോദിക്കാം. ഇംഗ്ലീഷിൽ നീ ഇപ്പൊ പഠിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ല ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാനായിട്ട് കോഡിംഗ് ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവരോട് ഇംഗ്ലീഷ് സംസാരിക്കാനും എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. വാട്സപ്പിലായതുകൊണ്ട് നിങ്ങൾക്ക് എവിടെയും പുറത്ത് പോകുന്നു വേണ്ട. നീ എവിടെയാണോ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാനായിട്ട് പറ്റും. സിമ്പിൾ ആണ്. നീ എപ്പോൾ ഫ്രീ ആവുന്ന അപ്പൊ കയറിയാൽ മതി. കറക്റ്റ് ടൈം ഒന്നുമില്ല. പഠിച്ചെടുക്കാൻ എന്ത് ടൈം? 2 മാസം കൊണ്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാം. നമ്മൾ ചെറിയൊരു ഫീസ് കൊടുത്താണ് ഇതിൽ ജോയിൻ ചെയ്യണത്. ചെറിയൊരു ഫീസ് ഉണ്ട്. നിങ്ങൾക്ക് 2 മാസം കൊണ്ട് പഠിക്കാൻ പറ്റില്ലെങ്കിൽ 6 മാസം വരെ അതിന്റെ വാലിഡിറ്റി ഉണ്ട്. ആ ഒരു ഫീസിൽ തന്നെ എക്സ്ട്രാ ഫീസും കാര്യങ്ങളൊന്നും ഇല്ല. മാത്രമല്ല ഇംഗ്ലീഷ് അവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്. എടാ, നമുക്ക് മാത്രല്ല ചെറിയ കുട്ടികൾക്ക് വരെ, ഇവരെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് വരെ സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പറ്റും. ഇംഗ്ലീഷ് കഫേ ജൂനിയർ എന്ന് പറഞ്ഞിട്ട് 40 ദിവസത്തെ വീഡിയോ ക്ലാസ് ഉണ്ട്. അപ്പൊ അതുവഴി നിനക്ക് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. മനസ്സിലായോ? എടാ, ജോയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുവഴി സിമ്പിൾ ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി, അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും പാക്ക് പൊട്ടിക്കാട്ടാ. എന്തായാലും മെയിൻ പാക്ക് പൊട്ടിക്കാം. എൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ള കറക്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് കൂടി കാണിക്കാട്ടാ. എങ്ങനെയാണ് പാഡ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരാം. എന്താണെന്ന് അറിയില്ല. ഇതിൻ്റെ ഉള്ളിൽ നോക്കാം നമുക്ക് എന്തായാലും. ഇതാണ് പാഡ്. ഒരെണ്ണത്തിൻ്റെ എത്ര ഉണ്ട്? 1 2 3 5 6. ഓക്കെ. അപ്പോൾ ഈ ഒരു പാക്കറ്റിൽ 6 വരുന്നുണ്ട്. 32 രൂപയുടെ ഒരു പാക്കറ്റിൽ 6 വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ പശയൊക്കെ ഉണ്ട്. അത് വിളിച്ച് കളയാം. നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ഒട്ടണ്ട. അയ്യോ, പശ ഉണ്ട് കേട്ടോ. നല്ല പശ കാണിച്ചു തരണം. പശ നമുക്ക് വേറെ കാണിച്ചു. അയ്യോ, കണ്ടാ ഇപ്പം പശ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കട്ട് ചെയ്ത് നോക്കി ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇപ്പം എന്താണ്ടൊക്കെ എഴുതിയുണ്ട്. അതിൻ്റെ ഒരു യൂസ് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ് നോക്കേണ്ടത്. കട്ട് ചെയ്ത് തുടങ്ങാം കേട്ടോ. സെൻറ്ററിൽ കട്ട് ചെയ്യാം. നല്ല കട്ടിയുണ്ട് കേട്ടാ. സെൻറ്ററിൽ ഇപ്പോൾ സിമ്പിളായിട്ട് പോകണില്ല. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സോഫ്റ്റാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ ഉള്ളിൽ. എന്താ നോക്കട്ടാ. നോക്കിയേ, കുറേ ലെയർ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ. നോക്കിയേ, ഫസ്റ്റ് ഒരു ഹണി കോം പോലത്തെ ഒരു ലെയർ. ഈ ലെയർ ക്ലിയർ ആണോ? ഇതാണ് ആ ലെയർ കേട്ടാ. ഫസ്റ്റ് ഹണി കോം പോലത്തെ ഒരു ലെയർ ഉണ്ട്. നമുക്ക് ആ ലെയർ ഫുള്ളായിട്ട് പോരുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഇതിനുള്ളിൽ കാണിച്ച് പഞ്ഞിണ്ട് കേട്ടോ. അതിനുള്ളിൽ മെയിനായിട്ട് പഞ്ഞാന്ന് തോന്നുന്നുണ്ട്. പക്ഷേ നീല കളറാണ്. പെണ്ണിൻ്റെണോ കണ്ട? പഞ്ഞിമ നീലില്ല. പക്ഷേ ഈ ഒരു ലെയറിലേക്ക് ചെറിയ നീലപ്പുണ്ട്. അതിന് എന്തിൻ്റെന്ന് അറിയില്ല. പഞ്ഞി ലെയറായിട്ട് വന്നേക്കണം തോന്നണ്. ഓഹ്, ഭയങ്കര സോഫ്റ്റ് പഞ്ഞിയാണ്. എന്നുവെച്ചാൽ പെട്ടെന്നിട്ട് പൊടിഞ്ഞും പോരണേ. പഞ്ഞി സോഫ്റ്റ് ആണല്ലെങ്കിലും ഇത് പെട്ടെന്ന്. പിന്നെ നോക്കിയേ, പഞ്ഞി കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിൽ വേറൊരു കട്ടിയുള്ള പൊസിഷൻ വരുന്നുണ്ട്. അതിങ്ങനെ പോകണം.
ഇങ്ങനെ ഫുൾ ക്ലോസ്ഡ് അല്ല, ഇങ്ങനെ റൗണ്ട് കർവ് ചെയ്തേക്കുന്നുണ്ട്. ഇവിടെ ഹോൾ തന്നെയാണ്. ഈ കട്ടിയുള്ള ഭാഗമുണ്ട്, ഇതിനുള്ളിൽ കട്ടിയുള്ള പാർട്ടുണ്ട്. ഇവിടെ നല്ല കട്ടിയുള്ളൊരു പാർട്ടുണ്ട് കേട്ടോ, നല്ല കട്ടി വെച്ചാൽ നല്ല കട്ടി. അതൊന്ന് കത്രിക കയറാൻ ചെന്നത് കാണിച്ചു തരാം. ഈ ഒരു പാർട്ട് അല്ല, നല്ല കട്ടിയുള്ളൊരു നല്ലൊരു പീസുള്ള ഭാഗം ഉണ്ടോ, ഭയങ്കര കട്ടിയുണ്ട്. അപ്പോൾ ആ പഞ്ഞി മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലും പഞ്ഞി, അതിൻ്റെ ഏറ്റവും അടിയിലത്തെ പീസ് എന്ന് പറയുന്നത് ഈ ഒരു പേപ്പറാണ്, കനം കുറഞ്ഞ ഈ ഒരു പേപ്പറാണ്. ഇത്രയാണ് ഇതിൻ്റെ ഒരു 4 ലെയർ വരുന്നുള്ളത്. ഒന്നുകൂടെ കാണിച്ചു തരാം. ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ഈ ഹണിക്കോം പോലത്തത്, പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് പഞ്ഞി, പിന്നെ അതിൻ്റെ ഉള്ളിൽ വരുന്നത് ഈ പറഞ്ഞ പോലെ കട്ടിയുള്ള ഒരു മെറ്റീരിയൽ, എന്താണാവോ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടും പഞ്ഞി, അത് കഴിഞ്ഞിട്ട് സാധാ ഈ ഒരു പേപ്പർ, അതായത് നോർമലായിട്ട് കുഴപ്പമില്ല, അത്യാവശ്യം അധികം കാര്യമില്ല, എന്നാലും വലിയ ഒരു തരം നല്ലോണം പൊടി വാറുന്നുണ്ട്, പൊടിയല്ല പഞ്ഞി വാറുന്നുണ്ട്, തുമ്മലാവേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഇത്ര സിമ്പിളായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. ഇനി ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് വിട്ടിരിക്കട്ടെ, നമുക്ക് ഒരു പാഡും കൂടി എടുക്കാം. ഇതിൻ്റെ വർക്കിംഗ് എന്താണെന്നുള്ളത് നമുക്ക് കാണിച്ചു തരാം, എങ്ങനെയാണ് വർക്കിംഗ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, എങ്ങനെയാണോ ഇത് വിളിക്കണം. ഓക്കെ, ഒരു ഭാഗത്ത് ഞാൻ വെച്ചിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ജെല്ലൊക്കെ ഉണ്ടാവുന്നു, പക്ഷേ ഈ ഒരു ഞാൻ ഫോട്ടോയിൽ കണ്ടോ, പക്ഷേ ഇത് ജെല്ലല്ല, ഒരു നീലപ്പുണ്ട്. ഞാൻ ഇത് ജെല്ലായിരിക്കും എന്ന് വിചാരിച്ച ജെല്ലെന്നൊക്കെ പറയണ പരസ്യത്തിലൊക്കെ എടുത്തിട്ട് കാണാം, അതുകൊണ്ടാണ് ഞാൻ നോക്കാൻ കാരണം. പക്ഷെ ഒന്നും കണ്ടില്ല. നമുക്ക് എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് ഒഴിച്ചു നോക്കാം. ഇതോടെ ഒട്ടിട്ടാ, ഒട്ടിയാ. ഓക്കെ, നമുക്ക് എന്തായാലും ഒഴിച്ചു നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഒഴിക്കാം കേട്ടാ. ഓ തേക്കേ വെച്ചോട്ടെ. നമ്മൾ ഒഴിച്ച് നൈസായിട്ട് അപ്പം തന്നെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. ജ്യൂസ് ഒഴിച്ചു, അപ്പം തന്നെ വലിച്ചെടുത്തു. ഈ ഭാഗത്തൊക്കെ ഒഴിച്ച് നോക്കാം, എല്ലായിടത്തും അങ്ങനെ തന്നെയാണോ? ഓക്കെ ഓക്കെ, നൈസായിട്ട് ആ ജ്യൂസ് വലിച്ചെടുത്ത് അടിക്കൂടി ലീക്ക്. ഓക്കെ, അടിയിൽ കൂടി വരുന്നില്ല കേട്ടോ. അതൊക്കെ അടിയിൽ വേറൊരു തരം മെറ്റീരിയൽ ഉണ്ട്, ഒരു പ്ലാസ്റ്റിക് കവർ പോലത്തെ പ്ലാസ്റ്റിക്കാണ്, എന്നുവെച്ചാൽ ഏറ്റവും കനം കുറേ പല ടൈപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അതായത് ഇതിലേ കൂടി ഇപ്പോൾ ഒഴിച്ച ജ്യൂസ് അടിയിൽ കൂടി ലീക്കാവണം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, കറക്റ്റായിട്ട് ഇതിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്, പ്രോപ്പർ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒഴിച്ച് നോക്കാം. ഇവിടെ ഒഴിച്ച് നോക്കി അപ്പം തന്നെ വറ്റിപ്പോണോക്കി. ഓക്കെ, കണ്ടാ ഒഴിച്ചതൊക്കെ കുറച്ച് നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം തന്നെ വലിഞ്ഞ് പോവാണ്, കാരണം ഉള്ളിൽ പഞ്ഞിയാണല്ലോ, പഞ്ഞി വെള്ളം വലിച്ചെടുക്കുമല്ലോ. വെള്ളമായാലും എന്തായാലും അപ്പം തന്നെ വലിച്ചെടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്, വലിയ കട്ടിയൊന്നുമില്ല എങ്കിലും കണ്ടാ അപ്പം തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീക്കും വരുന്നില്ല. ഞാൻ വെച്ച് ചിലപ്പോൾ അടിയിൽ കൂടി നനവ് വരുന്നുണ്ടാ, ചെറിയ നനവ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ വെള്ളം നമ്മളെ കൈക്കൊന്നും വരുന്നില്ല, ചെറിയ തണുപ്പ്. ചിലപ്പോൾ ഇതിൻ്റെ തണുപ്പായിരിക്കും. ഇതിൻ്റെ തണുപ്പുണ്ട്. ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നെയാണ്. അത് നമ്മൾ ഈ ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചോണ്ടാണ്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഈ ഒരു തണുപ്പ് മാത്രം കൈമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അടിയത്തെ പശയും നൈസായിട്ട് ഒട്ടുണ്ട്. വേറെ സീനൊന്നുമില്ലോക്ക് ഇത്ര ഒഴിച്ചിട്ടുണ്ട്, അടിക്കും പോണില്ല, എവിടേക്കും പോണില്ല. ഇതിൽ ഒഴിച്ചത് ഇതിൽ തന്നെ നിൽക്കണ്ടിട്ട് കറക്റ്റായിട്ട്. കുറച്ചധികം ഒഴിച്ചു നോക്കാം. ഓക്കെ, നമ്മൾ കുറച്ചധികം ജ്യൂസ് ഒഴിച്ച് അപ്പം തന്നെ ക്യാമറ കട്ടായി പോയി, എന്താണെന്നറിയില്ല. അപ്പോൾ അതേ കണ്ട നല്ലോണം നനവുണ്ട്, അത്രയും ജ്യൂസ് കാണിച്ചു തരാം. അയ്യോ, ഇതിപ്പോൾ പുറത്തേക്ക് പോയതാണ് കേട്ടോ. നോക്കി ഈ കുപ്പിയുടെ എന്തോരായി നോക്കി, കുപ്പിയുടെ ഈ ഒരു ഭാഗത്തോളം നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കണ്ട ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് ചെരിച്ചപ്പോൾ പോയതാണ് ഈ വെള്ളം, ഈ ജ്യൂസ്, അല്ലാതെ പോയിട്ടില്ല. ഓക്കെ, ഇത് കറക്റ്റായിട്ട് ഇതന്നെ വലിച്ചെടുക്കുന്നുണ്ട്. ഉള്ളിൽ പഞ്ഞാണല്ലോ, അതുകൊണ്ട് വലിയ സീനില്ല. കണ്ട കറക്റ്റായിട്ട് അത് നിൽക്കുന്നുണ്ട് ഇതിനുള്ളിൽ തന്നെ. ഓക്കെ, പയ്യെ അതും വലിച്ചെടുക്കുന്നുണ്ട്. ഈ ഉള്ളിൽ നിൽക്കണത് കുറച്ച് പയ്യാണ് പോകണമെന്നുള്ളൂ. കണ്ടാ പയ്യാണെങ്കിൽ അത് പോകുന്നുണ്ട് കേട്ടോ. ആയിക്കോട്ടെ വലിച്ച്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറയണതും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ടായിട്ടുണ്ടാവും, കുറേ പേർക്ക് തോന്നിയിട്ടുണ്ടാവും ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് ഒരിക്കലെങ്കിലും നോക്കണം അല്ലെങ്കിൽ അറിയണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തത്. ഇതിൽ നല്ല നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കും. അപ്പോൾ എന്തായാലും നമ്മൾ ഈ ചെറിയൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത് ഈ ഒരു ചെറിയ എക്സ്പെരിമെൻറ്റ്. പിന്നെ നോക്കിയാൽ ഇത്ര ഒഴിച്ചിട്ടും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇത് പക്ക ജ്യൂസാണ്, 10 രൂപയുടെ ഒരു ജ്യൂസ് വാങ്ങിയതാണ് നമ്മൾ ഇതിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇപ്പോഴും വലിച്ചെടുക്കുന്നുണ്ട്. ഒന്നാമത് നല്ലോണം നല്ലുണ്ട്. ഇതൊക്കെ ഇത്ര ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഏകദേശം കുപ്പിയുടെ പകുതി
പകുതിയിൽ കുറച്ച് താഴെയായിട്ട് നമ്മൾ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. അത്രയും ഇതിൽ കറക്റ്റ് നിൽക്കുന്നുണ്ട്. പുറത്തേക്ക് ലീക്കും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മളെ ചെരിക്കുമ്പോൾ പോകണത് ഇങ്ങനെ ചെരിക്കുമ്പോൾ പോകണമെന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം. അപ്പോൾ അതുവരെയും ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്. വാട്സപ്പ് ഇംഗ്ലീഷ് അടിച്ചൂടെ? ഇംഗ്ലീഷ് കഫേ വഴി 2 മാസം കൊണ്ട് ഇംഗ്ലീഷ് സിമ്പിൾ ആയിട്ട് പഠിക്കാം. എടാ ജോയിൻ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ വീഡിയോ എടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുവഴി സിമ്പിൾ ആയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്ത് നേരെ ജോയിൻ ചെയ്യാൻ പറ്റും. അവർക്ക് മെസ്സേജ് അയച്ചാൽ മതി. അത്രേ ഉള്ളൂ. മനസ്സിലായില്ലേ?